അപ്പൊ ഇന്ന് നമുക്ക് വെള്ളക്കുഞ്ഞി പട്ടിക്കുട്ടിയുടെ വളർച്ചയും ഒക്കെ നമുക്ക് കാണണ്ടേ. നമ്മുടെ ഗുണ്ടുവിനെ മാത്രം കണ്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത കുറെ പുതിയ കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് എങ്ങനെ ഗുണ്ടുവിനെ കിട്ടിയെന്ന്. ഇതുപോലുള്ള ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മുടെ ആമി ഗുണ്ടുവിനെയും ബാക്കി 6 കുട്ടികളെ 5 കുട്ടികളെയും പ്രസവിച്ചതേ. അപ്പൊ ഞങ്ങൾ അവരെ റെസ്ക്യൂ ചെയ്തെടുക്കുമായിരുന്നു. കാരണം മഴ കാരണം എല്ലാവരും നനഞ്ഞ് ഇങ്ങനെ മരിക്കാണ്ടായി ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ കണ്ട് ആളെ രക്ഷിച്ചെടുത്തത്. പിന്നെ ആമീനെ നമുക്ക് 2 ദിവസം മുമ്പേ അറിയാം. കാരണം ഇവിടെ ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഫുഡ് ഒരു 15 ദിവസത്തോളം ഫുഡ് കൊടുത്ത് അങ്ങനെ ഞങ്ങളോട് ഇത്തിരി അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആരെടുത്തും ആള് അടുക്കൂലായിരുന്നു. എല്ലാവരും കടിച്ച് ഓട്ടിക്കുമായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളെ ഭയങ്കര കാര്യമായിട്ട് ആമി നോക്കിയത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പമ്പ് ഹൗസിൽ ഈ 5-6 കുട്ടികളെയും അമ്മേനെയും ആക്കിയിട്ടു. ബാക്കി എല്ലാവരെയും ഓരോരുത്തർ അഡാപ്ഷന് കൊടുത്തു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളെ ബ്രൗണിയെക്കുറിച്ചും നമ്മുടെ വെള്ളക്കുഞ്ഞി പട്ടിക്കുട്ടിയെ കുറിച്ചുമാണ് കേട്ടോ. കാരണം ഞങ്ങൾ പേരൊന്നും ആദ്യം 2-3 പേർക്കൊന്നും ഇട്ടിട്ടില്ല. ബ്രൗണീനെയും നമ്മളെ ഗുണ്ടുവിനെയും കുഞ്ഞുമണിയെയൊക്കെയാണ് പൊടീനെയൊക്കെയാണ് അവസാനം വരെ നിന്നത് കേട്ടോ. ബാക്കി എല്ലാവരെയും പെട്ടെന്ന് അഡാപ്ഷൻ കൊണ്ടുപോയത് കൊണ്ട് അവർക്ക് പേരൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. അവരെ എന്ത് കളറാണോ ആ കളറിൽ തന്നെ വിളിച്ചു. കാരണം ആരെങ്കിലുമൊക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പേരിട്ട് കൊടുക്കാൻ ആഗ്രഹം കാണത്തില്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇതായിരുന്നു അവസ്ഥ. ഇത്രയും ചെളിയും ഒക്കെ കൊണ്ട് ആള് ഭയങ്കര അവസ്ഥയിലായിരുന്നു. പിന്നെ ഇന്ന് അമ്മ പ്രോമിസ് ചെയ്തായിരുന്നു അല്ലേ നിങ്ങൾക്ക്. എനിക്ക് അമ്മയ്ക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അമ്മയ്ക്ക് 3 മിനിറ്റൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തുള്ളൂ, ഷോർട്ട് വീഡിയോസ്. പക്ഷെ ഞാനാണ് ലോങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇനി അമ്മയ്ക്ക് അതും കൂടെ പഠിപ്പിച്ചു കൊടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഞാൻ ഇന്ന് രാവിലെ മഴ കൊണ്ട് പോയതാണ്. രാവിലെ തൊട്ടേ ഇവിടെ മഴയാണ്. ഇതുവരെ മഴ തോർന്നിട്ടില്ല. അപ്പോൾ രാവിലെ തൊട്ട് മഴ നനഞ്ഞാണ് ഞാൻ PSC എക്സാം എഴുതാൻ പോയത്. തിരിച്ചും അതുപോലെ നനഞ്ഞ് കുളിച്ചൊക്കെയാണ് വീട്ടിലും വന്ന് കയറിയത്. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കയറി കിടന്നു. പിന്നെ മഴയത്ത് വോയിസ് ഇടുമ്പോൾ നല്ല ക്ലിയർ ഇല്ല, ക്ലാരിറ്റിയൊക്കെ കുറവായിരുന്നു. കാരണം മഴയുടെ സൗണ്ടൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിരുന്ന് എന്തായാലും ഇന്ന് അമ്മ പ്രോമിസ് ചെയ്തതുപോലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ടൈമിന് ഞാനിതാ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഞങ്ങളെ ഗുണ്ടുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പപ്പിക്കുട്ടികളെയൊക്കെ വളർത്തുന്നതായാലും. ഞങ്ങൾക്ക് ഡോഗ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വന്നവരാണ് കേട്ടോ. അപ്പം ഇവര് ഇങ്ങനെ കളഞ്ഞിട്ട് പോയവരെന്തെങ്കിലും അസുഖം കൊണ്ടിട്ടാണോ നമ്മൾ ആമീനെ കളഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും. കാരണം ആമി പ്രസവിച്ചതിന് ശേഷം മറ്റുള്ളവരെ കടിക്കാൻ തുടങ്ങി. കാരണം പ്രതിരോധം എന്നുള്ള രീതിയിൽ നമ്മളെ പോയിട്ട് ബാക്കി എല്ലാവരും ഓട്ടിച്ചിട്ട് കടിക്കുക എന്നിങ്ങനെയുള്ള പുതിയ വിനോദങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഞങ്ങളെ വഴക്ക് പറയാനും നിങ്ങൾക്ക് അറിയാമോ ഈ കുട്ടി എങ്ങനെ വന്നതാണ്, പട്ടിക്കുട്ടി എങ്ങനെ വന്നതാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ളവർ വളർത്തിയിട്ട് കൊണ്ട് എറിഞ്ഞതാണെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അതിനെ മടിയിലൊക്കെ വെച്ചുകൊണ്ട്. ഇപ്പം ഞങ്ങളുടെ കമൻറ്റിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പേ പിടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇടണം എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്കല്ല. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ വെള്ളക്കുട്ടിപ്പട്ടി ഇങ്ങനെ കിടന്ന് പെടഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ പേടിച്ച് അങ്ങ് തീർന്നു പോയി. ഞാനൊക്കെ ആണെങ്കിൽ ദൈവമേ ഇനിയിപ്പോൾ തൊട്ടാൽ തന്നെ എന്തെങ്കിലും പ്രശ്നമാവുമോ. കാരണം ഒരുപാട് പേരുടെ പ്രാക്കുണ്ട് കേട്ടോ. കാരണം ആൾക്കാർ പറഞ്ഞു വന്നു കയറിയ പട്ടിക്കുട്ടികളെ എടുത്തുകൂടാ, അത് നമുക്ക് ദോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് പറയും, ഇതൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ കാണാത്തതാണെന്ന് അറിയാമല്ലോ. അപ്പം അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ഇവരെങ്ങനെയെങ്കിലും വളർത്തി ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ച് അവർക്ക് അവരുടെ ലൈഫ് ഒന്ന് എനിക്ക് മാറ്റി കൊടുക്കണം. കാരണം ഞങ്ങളെ മുമ്പേ വന്നവരെ ഞങ്ങൾക്ക് ഒരിക്കലും ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞു പട്ടിക്കുട്ടികൾ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് അവരെല്ലാം ഒരുപോലെ റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പം ഞങ്ങളെ കയ്യിൽ കിട്ടിയ ഈ കുട്ടികളെങ്കിലും രക്ഷിക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് സാധിക്കാനും പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാവരെയും നല്ല നല്ല വീടുകളിൽ തന്നെയാണ് കൊണ്ടെത്തിച്ചത്. നമ്മുടെ അവസാനത്തെ കുട്ടിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പെട്ടെന്ന് വന്ന് കുറച്ച് കുട്ടിയൊക്കെ അവർ അങ്ങ് വളർത്താൻ കൊടുത്തതാണ്. അതുകൊണ്ട് അവരും ഞങ്ങൾക്ക് അതിനുള്ള ഇൻഫോർമേഷൻസ് തന്നില്ല.
പിന്നെ അവരെ വീടും ദൂരെയാണ്. അങ്ങനെ ഞങ്ങളുടെ വെള്ളക്കുഞ്ഞി പട്ടിക്കുട്ടീനെ കൊടുക്കാൻ പോണതിൻ്റെ രാവിലത്തെ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഗൈസ്. ഇതുപോലെ ഞങ്ങൾക്ക് പെറ്റ്സ് ഒന്നും അങ്ങനെ അധികം ഇല്ലാത്ത ആൾക്കാരാണ്. നമുക്ക് സ്ഥലമൊന്നുമില്ല. അപ്പം ഇതൊക്കെ അവർ ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നെയാണ്. കാരണം ഞങ്ങളുടെ വിഷമമൊക്കെ കണ്ടിട്ടേ ഓക്കെയാണ്, ഇവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. ഈ കൊണ്ടുപോയ ആള് നന്നായിട്ട് നോക്കി. കാരണം ഇവനാണെങ്കിൽ നല്ല അസുഖം ഉണ്ടായിരുന്നു, ഈ വിരയുടെ അസുഖവും അതുപോലെ വാല് എന്തെന്നറിയില്ല. ഇതെല്ലാം നമുക്ക് തോട്ടത്ത് കിടന്നതല്ലേ, അപ്പോൾ വാലെല്ലാം ഇങ്ങനെ എന്തോ രോമം എല്ലാം പോയിരുന്ന് ആശുപത്രി കൊണ്ടുപോയി അതിനുള്ള ഓയിൽമെൻറ്റ് മേടിച്ച് അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ വിരയുടെ അവരും പറഞ്ഞ ഇതുപോലെ നമ്മൾ ഡോഗിനെ വളർത്തിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വന്നു ഇങ്ങനെ എന്നുള്ള അസുഖങ്ങളൊന്നും അവർക്ക് ആദ്യമായിട്ടായിരുന്നു. അവർ പക്ഷേ നന്നായിട്ട് നോക്കി. കട്ടിൻ്റെ താഴെ തന്നെ ബേബിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ അറിയിക്കുമായിരുന്നു. കട്ടിൻ്റെ താഴെ ഇത് ഉറക്കമില്ലാതെ അവരിങ്ങനെ നോക്കുമായിരുന്നു. മോള് പോകുമ്പം അത് വിളി തുടങ്ങും. അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ആണ് അവർ ആ കുഞ്ഞിനെ നോക്കിയത്, ഈ വെള്ള കുഞ്ഞിനെ നോക്കിയത്. പേര് ചോദിക്കാൻ മറന്നുപോയി കേട്ടോ, ഇനി ചോദിക്കണം. ഇപ്പം വീഡിയോ ഇട്ടതിൻ്റെ ഇതിൽ ഇങ്ങനെ. അപ്പം ഈ വീഡിയോ ആണ് അവരിപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇന്നലെ അയച്ചു തന്നത്. നന്നായിട്ട് അതിനെ നോക്കുന്നുണ്ട്. അതിൽ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഇവർ വീഡിയോ എടുത്ത് അവർക്ക് അധികം നമ്മളെപ്പോലെ അതിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാ. ഞാൻ എന്നിട്ട് വീണ്ടും ചോദിച്ച് നമുക്ക് അവൻ്റെ വെള്ള കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ കറക്റ്റായി കാണാമെന്ന് അയച്ചു തരുമെന്ന് ചോദിച്ച്. അയച്ചു തരുവാണെങ്കിൽ ഇട്ടുതരാം കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് അയച്ചു തന്നത്. കാരണം അവനെ ഫോക്കസ് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് അവരുടെ മുഖം ഒന്ന് കുറച്ചുകൂടി കാണണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മളെ ബ്രൗണിയും പൊടിയുമാണ് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയെന്നറിയാമോ, ഇവരെയൊക്കെ നല്ല സ്നേഹത്തോടെയൊക്കെയാണ് നോക്കിയത്. പക്ഷേ ഇഷ്ടംപോലെ നാട്ടുകാരുടേതായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഞങ്ങളെ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രൗണിയെ നിങ്ങൾ വീഡിയോയിൽ ഇന്നലെ കണ്ടിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിൽ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. ബ്രൗണിയും കൂടി കുറിച്ച് ലോങ് വീഡിയോയിൽ ഇടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രം കാണുന്നവരും ഇത് കാണട്ടെ. ഇനി ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒരു കുഞ്ഞിൻ്റെ വീട് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയാണ് ഫസ്റ്റ് ഒരു കറുത്ത ഡോഗിനെ കൊടുത്തത്. അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാമൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാണ് ആ കൊച്ചു. കാരണം നമുക്ക് അന്ന് നമ്മളെ സ്വന്തമല്ല, അതവിടെ ഒരു തോട്ടത്ത് ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്നു എന്നൊക്കെ നാട്ടിൽ പാട്ടായപ്പം നമ്മളെ കടിക്കൂല. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ കൊടുക്കൂ എന്നുള്ള രീതിയിൽ ആ പയ്യൻ വന്ന് അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പോഴേക്കും ഈ ആമി ഉണ്ടെങ്കിൽ ആ പയ്യനെ കടിക്കൂല. അമ്മ എൻ്റെ വീട്ടിൽ വരണ സമയം നോക്കി ആ പയ്യൻ വന്നു. അമ്മ അഴിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അമ്മ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു പയ്യൻ വന്നിട്ടുണ്ട് ഒരു ഡോഗിനെ വാങ്ങാനായിട്ട്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വിടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇഷ്ടമുള്ളത് ഒരെണ്ണം നീ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ആ കറുത്ത ഒരു ഡോഗിനാണ്. സ്ഥലം എവിടെയാണ്, അടുത്തെവിടെ തന്നെ നടന്നാണ് ആ പയ്യൻ വന്നത്. ചപ്പാത്തോ എവിടെയെന്നോ ഒരു കുറച്ച് അടുത്തെവിടെ തന്നെ. പക്ഷെ നമുക്ക് അമ്മയ്ക്ക് ആ പയ്യനെ അറിഞ്ഞുകൂടാ. പിന്നെ ഫോൺ നമ്പരോ അഡ്രസ്സോ ഒന്നും അങ്ങനെ വാങ്ങിയില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നവരെല്ലാം ഞങ്ങൾ നമ്പരായാലും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ഗുണ്ടുവിൻ്റെ കൂടെ ഒരു ബൊമ്മപ്പട്ടിയുണ്ട്. അത് നമുക്കിവിടെ അടുത്ത് തന്നെ. അവർ വീഡിയോ ഒന്നും അയച്ചു തന്നിട്ടില്ല. പക്ഷെ അവരെ വീട്ടിലോട്ടൊന്ന് പോയി വീഡിയോ നേരിട്ട് അയച്ച് ഞാൻ എടുത്തുകൊണ്ട് തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഇളയ മോളെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുള്ള ഒരു ദിവസം നമ്മൾ പോയി ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഡോഗെന്ന് പറഞ്ഞാൽ അധികം പൊക്കമൊന്നുമില്ല. നമ്മൾ നല്ല കുറച്ചുകൂടി വേറൊരു ഇനത്താനാണ് കേട്ടോ. ഈ നമ്മളെ ഒരു 5 ഡോഗ് പോലെയല്ല, അത് വേറൊരു മോഡൽ ഡോഗാണ്. അപ്പം അതിനെയും കാണിച്ചു തരാം. നമുക്ക് ഓരോരുത്തരെ കൊടുക്കുമ്പോൾ മനസ്സിൽ പിള്ളേരെ കരച്ചിലാണ് സഹിക്കാൻ വയ്യാത്ത. ഓരോ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോഴും ഇവിടെ കരച്ചിലാണ് പിള്ളേർക്ക്. പിന്നെ എൻ്റെ അമ്മ അവിടെ കിടന്ന് ഒരു സൈഡിൽ കൂടി ദേഷ്യം. കാരണം ഇനി വളർന്നുകൊണ്ടിരിക്കും, ആരും എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള അമ്മയുടെ ടെൻഷൻ. എന്ന് വെച്ചാൽ നമുക്കിവിടെ കൊണ്ടുവന്ന് വളർത്താനും പറ്റത്തില്ല. അമ്മയ്ക്കും അവിടെ ഇങ്ങനെ വയസ്സാം കാലത്ത് അമ്മയ്ക്കും ഇങ്ങനെ നോക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ഇത്. അമ്മ ഒരു സൈഡിൽ എന്നെ വഴക്ക് പറയും. പിന്നെ അമ്മയോട് പലരും പറഞ്ഞു ഒരു 500 തന്നാൽ ഞങ്ങൾ ഓട്ടോയിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂടി എടുത്ത്
ചാക്കി കെട്ടി ഏതെങ്കിലും ഒരു തെരുവിൽ കൊണ്ട് കളയാം. പിന്നെ ആമി നല്ലോണം കഷ്ടപ്പെട്ടെന്ന് പറയാം. പ്രസവിക്കുന്ന നേരെ എൻ്റെ വീട്ടുകാരായാലും അധികം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇതിന് എവിടെ നിന്നോ വന്ന ഒരു ഡോഗ് ആരും പെട്ടെന്ന് അടുപ്പിക്കൂലല്ലോ. അതുകൊണ്ടാണ് അമ്മ ഭക്ഷണവും കൊടുത്തിട്ട് അമ്മ പെട്ടെന്ന് ഇങ്ങനെ ചൂട്ടോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വിരട്ടി ഓട്ടിക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഒക്കെ ഓട്ടിക്കും, ഇവിടെ നിന്ന് പോകുന്നുള്ള രീതിയിൽ. പക്ഷെ ആമി എത്ര വിരട്ടിയാലും അടിച്ചാലും പറയ്ക്കാലും അടിക്കാനൊന്നുമല്ല, നമ്മളിങ്ങനെ ചൂട്ടൊക്കെ ഇട്ട് വിരട്ടി ഓട്ടിക്കും. ഇത് നമ്മളെ കൊച്ചിലെ കുളിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ അതൊക്കെ ഞാൻ വീഡിയോ ഇങ്ങനെ പഴയ വീഡിയോയിലോട്ട് എഡിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇത് കണ്ട് എനിക്കത് കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷം. ഇതാ കണ്ടോ. എന്നിട്ട് ഞങ്ങൾ അവൻ്റെ ഇത് തോർത്തി കൊടുക്കണതാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ ഗുണ്ടുവിനെ നോക്കിയെന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ടാണ് പിന്നെ ഓരോ പരാതികൾ കേൾക്കുമ്പോൾ നമ്മളെ മാനസികാവസ്ഥയും വിഷമവും. ഇതാണ് നമ്മളെ വെള്ളക്കുഞ്ഞ് അന്നത്തെ. ഈ കുഞ്ഞിനെയാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. സത്യം പറയാമല്ലോ, ആമി നമ്മളാരും ശ്രദ്ധിക്കില്ല. നമ്മളൊന്നും വീട്ടിലധികം എൻ്റെ വീട്ടിലുള്ളവരൊന്നും ശ്രദ്ധിക്കില്ല. ഞാനായാലും ഫുഡ് നമ്മൾ റോഡിൽ കൊടുത്തിട്ട് ആമി ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ കുടഞ്ഞ് എങ്ങനെയെങ്കിലും ഓട്ടിച്ചു വിടും. കാരണം റോഡിൽ പോണവരെ കടിച്ചാൽ അവസാനം എല്ലാവരും ഞങ്ങളെ പറയാൻ തുടങ്ങി. അപ്പോൾ 2-3 പേരെ കടിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാൻ ആമിയെ കല്ലുകൾ എറിയുകയും പിന്നെ വലിയ വെട്ടൊത്തിയൊക്കെ വെച്ച് വാങ്ങി വെട്ടാൻ പോവുകയും എന്തെല്ലാം ചെയ്തു. ആമി അത്രയ്ക്ക് സഹിച്ച ആളുകളെ കല്ലേറ് കാണും ദൂരെ. അതൊന്നും ചെയ്തില്ലെങ്കിലും ആമി ഒന്നും ചെയ്തില്ലെങ്കിലും എന്ന് വെച്ചാൽ കടിച്ചെന്നൊരു പേര് മൊത്തമായല്ലോ. അപ്പം എല്ലാവരും അവളെ കല്ലെറിയുകയും ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടു കേട്ടാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വന്നത് ഇപ്പം കെട്ടിയിട്ടതിന് ശേഷമാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടായി. പിന്നെ ഞങ്ങൾ കെട്ടിയിട്ടതിന് ശേഷമാണ് ആമി സ്വസ്ഥമായിട്ട് ജീവിക്കണേന്ന് പറയാം. നമ്മള് പേര് വിളിച്ചപ്പോ വന്നത് പാവ എവിടെ കിടന്ന് ഉറങ്ങി കിടന്ന കൊച്ചായിരുന്നു. സ്നേഹം മൂത്തത് അവക്ക്. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ അവന്റെ കുഞ്ഞിലത്തെ വീഡിയോ ഉണ്ടേ. അപ്പൊ അവക്ക് ഉടനെ അങ്ങ് സ്നേഹം തോന്നി. നമ്മൾ ഉടനെ വീഡിയോ ഇടുന്നതാണ്. ഇതും കൂടി ചേർത്തിടാവേ. ആര് വിളിച്ച എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ വിളിച്ചാ വരൂല, അമ്മ വിളിച്ചാലേ വരുള്ളന്ന്. പക്ഷെ 2 പ്രാവശ്യം വിളിച്ചപ്പോ ഓടി എത്തിയല്ലേ. അവന്റെ പേരൊക്കെ അറിയാം അവന്. നീ ഗുണ്ടുവാടാ, നീ ഗുണ്ടൂഷാണോ? മതിയടി സ്നേഹം മൂത്തുപോയി അവക്ക്. എന്നിട്ട് ഞാനാണ് സ്നേഹിക്കുന്നത്. എന്തിനാണ് നീ നിന്റെ സഹോദരങ്ങൾ ഒരാളെ അവനെ കൊണ്ട് കാണിച്ചു കൊടുക്കായിരുന്നല്ലേ? ഒരാൾ നമ്മളെ വീടിന്റെ അടുത്തല്ലേ എടി? എന്തൊരു മഞ്ഞ പോലെ ഇരിക്കണമെന്നറിയാമോ? എന്തൊരു ക്യൂട്ടല്ലേ, ഇങ്ങനെ സ്പോഞ്ച് പോലെയാണ് ഇരിക്കണത്. സ്നേഹിച്ചു കഴിഞ്ഞോ? ഉറക്കം പറഞ്ഞാടി. ഒക്കെ പറഞ്ഞേ കയറോ. നമ്മളിപ്പോ ചൂടുവെള്ളം കൊണ്ടാണ് ഞാൻ കുളിപ്പിച്ച് ചെളിയെല്ലാം മാറ്റി ശുണ്ടരനാക്കി കിടത്തിയതാ. എന്ത് ചെയ്യാനാന്നേ, കഷ്ടപ്പാടന്നേ. വെളിയിറങ്ങി പോയാ പിന്നെ കുളിച്ചണം. എന്തൊരു കഷ്ടപ്പാട്, എന്തൊരു കഷ്ടപ്പാട്. ഇപ്പൊ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തൊരടി ചെരുപ്പിട്ട് കൊടുക്കാം. എന്തൊരടി ഇത് എന്തിനാണ് ഇത്? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ബിന്ദു ആൻറ്റി അമ്മ പറയാൻ പറഞ്ഞു. അമ്മ നല്ല തിരക്കിലാണ്, അതുകൊണ്ടാണ്. പിന്നെ ബാംഗ്ലൂരിലുള്ള ബിന്ദു ആൻറ്റി ഞങ്ങൾ കമൻറ്റും ഒക്കെ വായിക്കുന്നുണ്ട്. സംഭവം അമ്മയ്ക്ക് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ഷോർട്ടിൻ്റെയൊക്കെ തിരക്കിൽ നിൽക്കുമ്പം എനിക്കിവിടെ കോളേജിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ടാണ് മെസ്സേജിനൊന്നും റിപ്ലൈ വരാത്തത്. പക്ഷെ ഞങ്ങൾ എല്ലാ കമൻറ്റും വായിച്ച് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ് കേട്ടോ. അപ്പം ആരും ഞങ്ങൾ മെസ്സേജ് റിപ്ലൈ തരണില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇനി മുതൽ കമൻ്റ് ഇടാണ്ടിരിക്കരുത്. ഞങ്ങളെല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ എന്തായാലും അതിനുള്ള റിപ്ലൈ തരുന്നുണ്ട്. അപ്പം എല്ലാവരും സുഖമായിരിക്കൂ. അപ്പോൾ